കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വന്ന അത് കിണ്ണത്തപ്പമായി മാറിയ ഒരു കഥയാണ്. രാത്രി 1 മണിയായിട്ടുണ്ട്. അവള് കണ്ടുപോത്തിയ ക്യാമറയിൽ അവളെ കാണത്തില്ല. അവളാണി മൂഞ്ചി ശരിയില്ല, അവ മമ്മി പേച്ചു ശരിയല്ല. അല്ലേ കൈൻഡ് ഓഫ് ടുഡേസ് സമയൽ ഷെയ്ക്ക് സ്പെഷ്യൽ ദോശ, ഹാർട്ട് ബ്രേക്ക് ആയ ദോശ. ഈ ഫാമിലി മാൻ സിനിമയില് വിജയ് ദേവരുടെ പിള്ളേർക്ക് ഒരു ദോശ ഇട്ട് കൊടുക്കുന്ന ദോശ നിങ്ങളത് കാണണം. ഫാമിലി മാൻ എണ്ണയിൽ മുങ്ങി കിടക്കുന്നു. അമ്മ മുട്ട ഇടക്കണം. നല്ലൊരു അബദ്ധം പറ്റി. അതിന് എവിടെ ലൈക്ക് മഴ ചാറും 1 മണിയായിട്ടുണ്ട്. രാത്രി 1 മണിയായിട്ടുണ്ട്. ആൻഡ് നൗ നമുക്കൊരു മിഡ് നൈറ്റ് ക്രേവിങ്സ് ഒക്കെ വന്നു. അപ്പൊ നമ്മൾ വിചാരിച്ചു എന്ത് ചെയ്യാമെന്ന്, കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാമെന്ന്. അപ്പൊ രാത്രി പ്രത്യേകിച്ച് നമുക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് നമ്മളിപ്പോ പാർവതിയുടെ വീട്ടിൽ നിന്നാണ് നമ്മളെ ഫുഡ് ഉണ്ടാക്കുന്നത്. ഇവിടെ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ ബുക്ക് ഓർഡർ ചെയ്യാമായിരുന്നു, പക്ഷെ എന്നാലും പൈസ ഇല്ല. ചെയ്യാമായിരുന്നു. ഓക്കെ, പൈസയുടെ പരിമിതി മൂലം നമ്മൾ വീട്ടിൽ തന്നെ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. നമ്മള് സാധാരണ നമ്മൾ കുക്കിംഗ് വീഡിയോസ് കാണുമ്പോൾ നമ്മൾ ഐറ്റംസ് ഒക്കെ എടുത്ത് വച്ചിട്ടായിരിക്കും നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത്. മറന്നില്ല, സ്പോണ്ടേനിയസ് കുക്കിംഗ്. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സ്പോണ്ടേനിയസ് കുക്കിംഗ് ആണ്. നമ്മള് വീഡിയോ എടുത്ത് തുടങ്ങിയ ശേഷമാണ് നമ്മള് എവിടെ തേങ്ങ ഇരിക്കുന്നു അവിടുത്തെ പോയി തേങ്ങ എടുക്കും, ചെരവും തേങ്ങ തിന്ന എനിക്കറിയാം ഉണ്ടാക്കാൻ. ഓക്കെ ഫൈൻ. അപ്പൊ നമ്മള് ഇനി ഐറ്റംസ് ഒക്കെ എടുത്ത് നമ്മള് പാർവതിയുടെ റെസിപ്പിയുടെ ബലത്തിലാണ് നമ്മൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ്. കുലുക്കിതൊക്കെ അറിയോ നിനക്ക്? ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത്, എനിക്കും ആ രാത്രി തേങ്ങാളം കുടിച്ചൂടാ. എനിക്കും അങ്ങനെ ഒന്നുമില്ല, കുടിച്ചൂടാന്ന് പറയും. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഞാൻ കുടിക്കാം. ഞാൻ ചോദിക്കാം. ഓക്കെ ഓക്കെ. ഇത് അയ്യോ, ഇവിടെ വന്ന സംഭവങ്ങളൊക്കെ ഒന്ന് മിണ്ടാതിരിക്കോ, എന്റെ കോൺസെൻട്രേഷൻ പോണു. ഇത് മിത്രമുള്ള കളിയാ, അറിയോ? ഓക്കെ ഗായ്സ്, അപ്പൊ നമ്മൾ തേങ്ങ തിരുവി കഴിഞ്ഞു. നമ്മൾ 1 തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. 2 മുറി തേങ്ങ, ഒരു ഹോൾ തേങ്ങ നമ്മൾ തിരുവി കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഷെഫ് പറയൂ? നമ്മൾ അവിടെ അടുത്തത് കോക്കനട്ട് മിൽക്ക് എടുക്കണം. അതിനായിട്ട് നമുക്ക് എന്ത് വേണം? മിക്സി വേണം. നമ്മൾ വാഷ് ചെയ്യണം. ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടന്റ്. ഓൾറെഡി വാഷ്ഡ് ആണ്. പക്ഷെ പറയാൻ പറ്റില്ല, നമ്മൾ വാഷ് ചെയ്യണം. Then we have to, ഈ കോക്കനട്ട് നമ്മൾ ആഡ് ചെയ്യണം. എത്ര വെള്ളം വേണം? 1 ഗ്ലാസ്. അല്ല, കോക്കനട്ട് മിൽക്ക് എനിക്കൊണ്ടൊക്കെ അറിയാൻ വേണ്ട. 1 ഗ്ലാസ് എടുത്ത് ഇത്രയും പോരടാ, കുറച്ചുകൂടെ വേണം. പറയണ്ടേ വെള്ളം എവിടെയാണ് ഇരിക്കുന്നത്? പാർവതി, വളർന്നു വരുന്ന ഒരു ബ്ലോഗറിനെ ഇങ്ങനെ നീ ആക്ഷേപിക്കരുത്, കേട്ടല്ലോ. 1 കപ്പ് ഓഫ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചൂടുവെള്ളമാണ്.
വെള്ളം ആഡ് ചെയ്യും. മതി. என்ன ஒரு புத்திசாலித்தனம். ഓക്കെ ഓക്കെ നമ്മള് ചായയിട്ട് അടിക്കാൻ പോകണം. വീട്ടിലെ പരിമിതികൾ മൂലം നമുക്കത് സൗണ്ടാക്കാൻ പറ്റത്തില്ല. ഈ കാണുന്നതിന്റെ കാര്യമില്ല. കാത് പൊത്തിട്ട് കണ്ണ് പൊത്തുന്നു. ഒരു ലോജിക് അനുസരിച്ച് അവള് കാത് പൊക്കിയാ പുറത്ത് മിക്സിയുടെ ശബ്ദം കേൾക്കത്തില്ല, അവള് കണ്ടു പൊത്തിയാ ക്യാമറയിൽ അവളെ കാണത്തില്ല. അമ്മ കേൾക്കാണ്ടെങ്കിൽ ഇവള് കാതുത്തു. അത് ക്യാമറ ഉണ്ടപ്പോ കണ്ടു പൊത്തുന്നു. തകിലപത്തി വിമാനം തന്നെ. നമ്മള് തേങ്ങ പാല് വെള്ളം കൂടിപ്പോയി ഗൈസ്. അല്ലല്ല, ഈ ടെക്സ്ചറിൽ വരണം. എനിക്ക് വേണമെന്നുള്ളപ്പോഴേ ഞാൻ കുട്ടികളുള്ളൂ. ചിലപ്പോ അമ്മ ഇങ്ങനെ ഉണ്ടാക്കാൻ പറയുമ്പോ എനിക്ക് ആരും എന്റെ അടുത്ത് പറഞ്ഞ് ചെയ്യണം. എനിക്കും ആ സ്വഭാവമുണ്ട്. ഞാൻ ചിലപ്പോ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ ചെയ്യാൻ പറയണം. അപ്പൊ മൂട് പോകും. അപ്പൊ ഞാനായിട്ട് വീട് തൂത്തുകൊണ്ടിരിക്കും, ലൈക്ക് ക്ലീൻ ചെയ്തോണ്ടിരിക്കും. അപ്പൊ അമ്മ ഒന്ന് അല്ല അത് അല്ല, എനിക്ക് ആ സ്വഭാവമുണ്ട്. അപ്പൊ ഞാൻ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പം എന്റെ അമ്മ വന്നിട്ട് അതും കൂടെ ചെയ്യുന്ന എക്സ്ട്രാ പറയുമ്പോ എനിക്ക് ഇപ്പൊ എനിക്ക് പുള്ളി നിങ്ങൾ തന്നെ ചെയ്തെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി വരും. കാരണം എന്നെ ആ ഫ്ലോയിൽ ചെയ്യാൻ വിടണം. അങ്ങനെ ഒരു ഇതാണ്. ഫുഡ് കുക്ക് ചെയ്യുന്നതിന് എന്നെ ഒരു സ്വാതന്ത്ര്യം തന്ന് കുക്ക് ചെയ്യാൻ വിടണം. എന്നെ ഇടയിൽ കയറി ശല്യപ്പെടുത്തും. എന്റെ ഒരു സ്വഭാവം. ഞാൻ തലയെടുത്ത് പറഞ്ഞ എന്റെ ആംഗ്ലക്ക് കൊടുക്കാതിരി കാണുമല്ലോ കുറച്ചോളം. അപ്പൊ തല പറഞ്ഞ് അവനൊന്നും കൊടുക്കണ്ട. സന്തോഷം നിന്നെ ഉദ്ദേശിച്ചു, നിന്നെ മാത്രം ഉദ്ദേശിച്ചു. ഞാൻ തരണ്ടെന്ന് പറഞ്ഞാലും എനിക്ക് സ്നേഹമുണ്ടെന്ന് അവനറിയാം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്താ വെച്ചാൽ കേട്ടാ എനിക്ക് നിനക്ക് ഇപ്പൊ ഒരേ ശരി എന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. അവന്റെ അനിയന്റെ ഗേൾഫ്രണ്ടിനെ ചീറ്റ് ചെയ്യും. ഗേൾഫ്രണ്ട് ഇവനെ ചീറ്റ് ചെയ്യും. അത് മന്മഥൻ. സോറി, വല്ലവൻ ഞാൻ പറയാ. സിംബുവിനൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, ടോക്സിക് ഗേൾഫ്രണ്ട് ആണ്. അവളാണെങ്കിൽ ഇവനെ ടോക്സിക് ഒന്നല്ല, ആക്ച്വലി നിങ്ങൾ ഇപ്പൊ കാണുമോ? ഇപ്പൊ നമുക്കതൊരു ഇത് ഫീൽ ആകും. മുമ്പ് കാണുമ്പോ ഇവിടെ എന്ത് ഇങ്ങനെ ഒരു പെണ്ണ് ആ ഒരു ഫീൽ വരും. പക്ഷെ നീ എന്താ ഉദ്ദേശിച്ചത്? റിയൽ ലൈഫ് ക്യാരക്ടർ ആണെന്നോ ഉദ്ദേശിച്ചത്? നോ നോ നോ, ഞാൻ ഉദ്ദേശിച്ചത് ഹി ലിവ് ദ ക്യാരക്ടർ. സോ ഗൈസ്, നമ്മളിങ്ങനെ തേങ്ങാ പാൽ എടുത്തിട്ടുണ്ട്, പഞ്ചസാരൊക്കെ ഇട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലോട്ട് കോൺ സ്റ്റാർച്ച് ആഡ് ചെയ്യും. കോൺഫ്ലവർ ചോളപ്പൊടി, അതാണ് കോൺഫ്ലവർ. അത് നമ്മൾ ആഡ് ചെയ്യും. വാട്ട് ഈസ് ദ യൂസ് ഓഫ് ആഡിങ് കോൺഫ്ലവർ? കോൺഫ്ലവർ നല്ല ഫ്ലവർ ആണ്. കുറച്ച് ബാക്കില് നമ്മൾ ഈ ചൂട് വരുന്ന തേങ്ങാപ്പാൽ എന്തൊരു ഇതാണെങ്കിൽ നമ്മൾ ഈ കോൺഫ്ലവർ ആകുമ്പോൾ അത് കട്ടിയാവും. കട്ടിയാകുമ്പോഴേക്കും ഈ ഫുഡിങ് ഗിളി ഗിളി ഫീൽ ചെയ്യാ, ഒരു ജെല്ലി ജിഗിള് ജിഗിള് ആ ഗുളുഗുളു ഫീൽ ചെയ്യും. തുടങ്ങിയിട്ടുണ്ട്. നമ്മള് കുറച്ച് ഷുഗർ സനയുടെ തലയുടെ ബാക്കില് നമ്മള് കുറച്ച് ഷുഗർ എടുത്തിട്ട് ഹാവ് ടു ആഡ്. കുറച്ചെന്ന് പറയുമ്പോ ഒരു ഓൾറെഡി ഇത് മധുരം ഉള്ളതുകൊണ്ട് കുറച്ച് ഇത്രയൊക്കെ മതി. അതിൽ ആഡ് ചെയ്യണം. ഇത് നമ്മൾ വീണ്ടും ഇളക്കണം.
ഓക്കെ ഷെഫ് പറയൂ, അടുത്ത നമ്മുടെ പ്രോസസ്സ് എന്താണ്? ഓക്കെ, അതായത് നമ്മൾ കുക്ക് ചെയ്ത് വെച്ച കോക്കനട്ട് മിൽക്ക് നമ്മൾ പാത്രത്തിലാക്കണം, എന്നിട്ട് നമ്മളതിനെ ഫ്രീസ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ആൻഡ് ഇവിടെ നമ്മൾ തേങ്ങയും ഷുഗറും ഇട്ടതിനെ നമ്മൾ നന്നായിട്ട് ചൂടാക്കി ഒരു ബ്രൗൺ ഷുഗർ അല്ലല്ലോ, സോറി, ഓക്കെ, റെഫ്രിജറേറ്റ്. അത് ഐസ് കെട്ടില്ല, സോ ബെറ്റർ റെഫ്രിജറേറ്റ് ചെയ്യണം. ഓക്കെ ഗൈസ്, നമ്മൾ ഫ്രീസ് ചെയ്ത് പാർവതി പറഞ്ഞ പോലെ റെഫ്രിജറേറ്റ് ചെയ്യണം. എന്താണ്? റെഫ്രിജറേറ്റ് ചെയ്യണം. 9-10 ഉറക്കെ എഴുന്നേറ്റിട്ടില്ല. എഴുന്നേക്കുന്നത് സയാമി ചെറുപ്പയാണ്. നമുക്ക് വെറുതെ ഉറങ്ങിക്കളയല്ല, നമുക്ക് എന്തുമാത്രം ടൈം യൂട്ടിലൈസ് എഴുന്നേക്ക്. ഒന്ന് പിടിച്ച് സന, വാട്ട് ഈസ് ദിസ് അട്രോസിറ്റി? പാർവതി വീട്ടില நான் இருந்தேனே, എതിർ വീട്ടില് അവ ഇരുന്നാലേ, ലവ് ടച്ച് അവിടെ നിന്ന് പാടി അത് കാണൂലടാ. അവടാ നീ മൂഞ്ചി ശരിയില്ല, അവ മമ്മി പേച്ച് ശരിയല്ല. ഓക്കെ, സോ ഗൈസ്, ഇപ്പൊ സമയം ഉച്ചയ്ക്ക് 12 മണിയാണോ? ഉച്ചയ്ക്ക് ഒരു 12 മണി ആയിട്ടുണ്ട്. നമ്മൾ ഇന്നലെ രാത്രി ഒരു 2 മണിയൊക്കെ ആയപ്പോ നമ്മള് ഫുഡിന് ഇന്നലെ രാത്രി നമ്മള് 2-2:30 ആയപ്പോ നമ്മള് റെഫ്രിജറേറ്റ് ചെയ്തു. എന്തിനെ? പുഡിങ്ങിനെ. അപ്പൊ നമ്മള് ഇറ്റ്സ് ടൈം ടു ഓപ്പൺ ഇറ്റ്. അതിന്റെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കി ടേസ്റ്റ് ചെയ്യാം ഗൈസ്. സോ ഐ എം ഇൻവൈറ്റിംഗ് പാർവതി ഓൺ ടു ദ സ്റ്റേജ്. നമ്മള് ജസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ് ഗൈസ്. അടിപൊളി. ആക്ച്വലി ഇത് നമ്മൾ വീട്ടിൽ കാണിക്കാൻ മറന്നു. നമ്മള് കോക്കനട്ട് റോസ്റ്റ് ചെയ്തിട്ട് ഇതിന് മുകളിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഈ ലെയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, സോ അതാണ് നമ്മള് ലെയർ ആയിട്ട് യൂസ് ചെയ്തത്. റോസ്റ്റ് ചെയ്ത കോക്കനട്ട് കട്ട് ചെയ്യാം ഗൈസ്. So guys, we cannot taste our cooking. Don't waste food, bro. അല്ല, അതുകൊണ്ട് എന്തുവായിരുന്നു? പീസ് വന്നാണ്ടാ, പീസ് ഒന്നാണ്ടാ, പീസ് ആയിട്ട് എടുക്കണം. അറിയത്തില്ല. രണ്ടൊക്കെ തന്നിട്ട് ഒന്നും ആയില്ലെങ്കിൽ എക്സ്പ്രഷൻ. How do you feel? Seriously. കിണ്ണത്തപ്പം കഴിച്ചിട്ടുണ്ടോ? അല്ലേ? അല്ലേ? Kind of. കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വന്നത് കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ വന്ന അത് കിണ്ണത്തപ്പമായി മാറിയ ഒരു കഥയാണ് ഗൈസ്. ബട്ട് ഇറ്റ്സ് ആക്ച്വലി ഗുഡ്. സോ ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഐ ഹോപ്പ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഈ സാധനം എന്താണ്? കോക്കനട്ട് പുഡിംഗ്. ഈ കോക്കനട്ട് പുഡിംഗ് ഉണ്ടാക്കാൻ താല്പര്യമുള്ളവർ വീഡിയോ ഫുള്ളായിട്ട് കണ്ട് റെസിപ്പി പഠിച്ച് വീട്ടിൽ പോയി ഉണ്ടാക്കേണ്ടതാണ്. സോ ഭയങ്കര പാടുള്ള ഒരു റെസിപ്പിയാണ്. സോ ഐ ഹോപ്പ് യു ഗൈസ് വിൽ ലൈക്ക് ദ വീഡിയോ. ഇനിയും നിങ്ങൾക്ക് ഇതുപോലുള്ള എന്താ പറയുന്ന കുക്കിംഗ് വീഡിയോസ് ഇൻട്രസ്റ്റഡ് ആണെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. നമ്മൾ ഇനിയും ഇതുപോലുള്ള വീഡിയോസ്. സോ ദിസ് ഇസ് ബൈ ദ വേ, ദിസ് ഇസ് കാശി. ഓക്കെ. സോ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുക്കിംഗ് വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ പ്ലീസ് കമന്റ് ബിലോ. നമ്മൾ ഇനിയും പാർവതിയുടെ വീട്ടിൽ വന്ന് തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതായിരിക്കും. സോ അടുത്തതായി ഇനിയുമുള്ള എന്റർടൈനിങ് വീഡിയോസുമായിട്ട് വരുന്നത് വരെ ബൈ ബൈ ആൻഡ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്, സബ്സ്ക്രൈബ്.
to my channel. Okay, bye. Okay, bye. Sorry. Okay, guys. Bye, bye. Kashi, bye. കാശി ബൈ. Kashi, bye. നല്ല ഫുഡ് കാശി വിശക്കണം പക്ഷെ കാശിക്ക് ഫുഡ് തരണം നമുക്ക് പോയി ഫുഡ് വാങ്ങിക്കാം Okay, bye.